നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പരിശുദ്ധാത്മസ്നാനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32 മുതൽ 34 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനും അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നത് നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്, അല്ലെങ്കിൽ ദൈവപുത്രന്, ലോകരക്ഷിതാവായി വന്ന യേശുവിന് ഒരു മുന്നോടി ഉണ്ടാകും എന്ന് ബൈബിളിൽ ഉണ്ടായിരുന്നു. ഒരു മഹാരാജാവ് എഴുന്നള്ളുന്ന സമയത്ത് തൊട്ട് മുൻപായി ഒരു മുന്നോടി വന്നിട്ട് രാജാവ് വരുന്നു, ഒരുങ്ങുക എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും നിലവിലിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ലോകത്തിലേക്ക് ദൈവം മനുഷ്യാവതാരം ചെയ്യുകയാണ്. അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതാരാണ് എന്നോ എവിടെ നിന്നുള്ള ആളാണെന്നോ യോഹന്നാൻ അറിഞ്ഞുകൂടാ. യോഹന്നാനോട് ദൈവം ആകെ പറഞ്ഞത്, അല്ലെങ്കിൽ യോഹന്നാന്റെ നിയോഗം എന്ന് പറയുന്നത്, ഈ മശിഹയ്ക്ക് വഴിയൊരുക്കുക, എൻ്റെ പിന്നാലെ വരുന്നു, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ മശിഹ വരുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക, നിങ്ങൾ ഒരുങ്ങുക. ഇതാണ് യോഹന്നാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ആളുകൾ, അതായത് അവരുടെ കാലത്ത് ദൈവം മനുഷ്യാവതാരം ചെയ്യും, അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കും, അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കും, അവർക്ക് റോമാ ഗവൺമെൻറ്റിൻ്റെ അധീനത്തിൽ നിന്ന് ദൈവരാജ്യം സ്വതന്ത്രമാക്കി കൊടുക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ മാനസാന്തരത്തിന് അടയാളമായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമായിരുന്നു. സ്നാനത്തെക്കുറിച്ച് പഠിച്ചാൽ അത് ബാബേലിലാണ് ആരംഭിച്ചത് എന്നതിന് തെളിവുകളുണ്ട്. ഇസ്രായേൽ മക്കൾ 70 വർഷം ബാബിലോണിൽ അടിമകളായി പോകാനിടയായി. നെബൂഖദ്നേസർ അവരെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ വളരെ പീഡ അനുഭവിക്കാനിടയായി. അപ്പോൾ പ്രവാചകന്മാർ അതിനു മുൻപ് പറഞ്ഞതൊക്കെ അവർക്ക് ഓർമ്മ വന്നു. അവരവിടെ മാനസാന്തരപ്പെടുവാനിടയായി. അവരുടെ മാനസാന്തരവും ഭക്തിയും ബാബേൽക്കാരെ ആകർഷിച്ചു. അതുകൊണ്ട് അനേക ബാബേൽക്കാർ യഹൂദരായി തീർന്നു. നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും ഒക്കെ നമുക്ക് അത് വായിക്കാൻ സാധിക്കും. ദാനിയേലിൻ്റെ പ്രവചനത്തിലും നമുക്കത് കാണാൻ സാധിക്കും. രാജാവ് പറയുന്നുണ്ട്, ദാനിയേലിൻ്റെ ദൈവത്തെ വേണം ഇനി എല്ലാവരും ആരാധിക്കാൻ. അതുപോലെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ദൈവത്തെ വേണം എല്ലാവരും ആരാധിക്കുവാൻ എന്ന് ആ രാജാവ് പറയുന്ന കാര്യം നമുക്ക് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ വായിക്കാൻ സാധിക്കും. സാധാരണ ആളുകൾ യഹൂദരായി തീരുമ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം പരിച്ഛേദന ഏൽക്കുക എന്നുള്ളതാണ്. ദൈവം അബ്രഹാമിന് നൽകിയ പരിച്ഛേദന എന്ന ഉടമ്പടി, അത് ഒരു പുരുഷ ശിശു 8-ാം നാളിൽ ഏൽക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ ഒരു അഗ്രം മുറിച്ച് കളയുന്ന ഒരു കാര്യമാണ്. അത് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അതായത് ഒരു കാളയെ ഒരാൾ വാങ്ങിയാൽ അയാളുടെ അടയാളം ആ കാളയുടെ ദേഹത്ത് ഇരുമ്പ് പഴുപ്പിച്ച് വയ്ക്കാറുണ്ട്. അതുപോലെ ഒരടയാളമാണ് പരിച്ഛേദന. അപ്പോൾ 2 കൂട്ടം ആളുകളാണ് ലോകത്തിലുള്ളത്, പരിച്ഛേദനക്കാരും അഗ്രചർമ്മക്കാരും. അബ്രഹാമിൻ്റെ കാലം മുതലാണ് ഈ പരിച്ഛേദന തുടങ്ങിയത്. പക്ഷേ മാനസാന്തരപ്പെട്ട്, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവർ പരിച്ഛേദനയ്ക്ക് വിധേയപ്പെട്ടാൽ കുറേ ദിവസം അവർ പനി പിടിച്ച് കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ബാബേലിൽ യഹൂദ നേതാക്കന്മാർ
മാനസാന്തരപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിലിറങ്ങി ദൈവനാമത്തിൽ ഒരു ഉടമ്പടി ചെയ്ത് സ്നാനപ്പെട്ടാൽ മതി. അങ്ങനെ ബാബേലിൽ അനേക യഹൂദന്മാരായി, പക്ഷെ അവർ പരിച്ഛേദനയേറ്റതായിട്ട് കാണുന്നില്ല. എന്നാൽ അവർ വെള്ളത്തിൽ മുങ്ങി ഒരു സത്യപ്രതിജ്ഞ ദൈവത്തോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ ബാബേലിൽ നിന്ന് മടങ്ങി വന്നു. പക്ഷെ പിന്നെയും അവർ ദൈവവചനത്തെ കാറ്റിൽ പറത്തി. അതുകൊണ്ട് ദൈവം അവരോട് സംസാരിക്കാതെയായി, പ്രവാചകന്മാരെ അയച്ചില്ല. അങ്ങനെ 400 അന്ധകാരത്തിൻ്റെ വർഷം കഴിഞ്ഞപ്പോഴാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം പറഞ്ഞയക്കുന്നത്. ആ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയത് യഹൂദന്മാരെയാണ്. ബാബേലിൽ പുറജാതികളാണ് സ്നാനപ്പെട്ടതെങ്കിൽ ഇത് ബൈബിളിൽ എഴുതിയിട്ടില്ല കേട്ടോ, യഹൂദ ചരിത്രത്തിലാണതുള്ളത്. ബാബേലിൽ സ്നാനപ്പെട്ടത്, മാനസാന്തരപ്പെട്ടത് യഹൂദരായത് പുറജാതികളാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയത് യഹൂദരെ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാൻ നിങ്ങൾ തുനിയരുത്. ഞങ്ങൾ യഹൂദരാണ്, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറയരുത്. മാനസാന്തരപ്പെടുക, മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കുക, അല്ലെങ്കിൽ വൃക്ഷം കടിച്ചോട്ടൻ കോടാലി വെച്ചിരിക്കുന്നു. ആളുകൾ അങ്ങനെ യോഹന്നാന്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവം യോഹന്നാനോട് പറഞ്ഞു, ഒരാള് സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരും. അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനായിരിക്കും, അല്ലെങ്കിൽ അവനായിരിക്കും ലോകരക്ഷിതാവ്. ആളുകൾക്ക് പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു ആത്മീയ ജീവിതം നൽകുന്നത്, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നത് അവനായിരിക്കും. അങ്ങനെ യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ഒരാള് വന്നു. വെള്ളത്തിൽ ഇറങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവ് മെല്ലെ മെല്ലെ പ്രാവ് മെല്ലെ വരുന്നത് പോലെ വരുന്നത് യോഹന്നാൻ കണ്ടു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അങ്ങ് എന്നെ സ്നാനപ്പെടുത്തണം. യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ദൈവത്തിൻ്റെ നീതി നിറവേറേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ അനുസരിച്ചു, യേശുവിനെ സ്നാനപ്പെടുത്തി. അപ്പോൾ ഇവിടെ നമുക്ക് യേശുവിനെ കാണാം, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നത് കാണാം. അപ്പോൾ പിതാവ് ഒരു അശരീരി പുറപ്പെടുവിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വേറിട്ട് ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു അവസരമാണ് യേശുവിൻ്റെ സ്നാനം. പ്രിയപ്പെട്ടവരെ, യേശു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്നൊരു വാക്യമുണ്ട്. അതുപോലെ യോയേൽ പ്രവചനം 2:28 അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് വാക്യമുണ്ട്. അപ്പോൾ ആത്മീയ ജീവിതം നയിക്കാനും ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനും പ്രാപ്തരാകേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും, നമ്മെ നയിക്കും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന നദിയുടെ ആ നിയന്ത്രണത്തിൽ നാം ആയിത്തീരും. നാം ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുവാനിടയാകും. ഇതായിരുന്നു യോഹന്നാനോട് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതാണ് യോർദാൻ നദിയിൽ സംഭവിച്ചത്. യേശു നമുക്ക് മാതൃകയായി സ്നാനപ്പെടുവാൻ ഇടയായി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.